നമസ്കാരം, ജന്മഭൂമിയിലേക്ക് സ്വാഗതം. ഗഗൻയാൻ ദൗത്യത്തിനായി 2 ഇന്ത്യൻ ബഹിരാകാശ സഞ്ചാരികൾ ഓഗസ്റ്റിൽ നാഷണൽ എയറോനോട്ടിക് ആൻഡ് സ്പേസ് അഡ്മിനിസ്ട്രേഷനുമായി പരിശീലനം ആരംഭിക്കുമെന്ന് ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ ISRO അറിയിച്ചു. ഇന്ത്യൻ എയർഫോഴ്സിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട 2 ടെസ്റ്റ് പൈലറ്റുമാർ ടെക്സാസിലെ നാസയുടെ ജോൺസൺ സ്പേസ് സെന്ററിൽ പരിശീലനം ആരംഭിക്കും. ഇത് സ്വന്തം ക്രൂഡ് ബഹിരാകാശ യാത്രാശേഷി വികസിപ്പിക്കാനുള്ള ഇന്ത്യയുടെ ശ്രമങ്ങളിലെ സുപ്രധാന വഴിത്തിരിവാണ്. ഇപ്പോഴിത് ISROയിൽ നിന്നും ഒരു ബഹിരാകാശ സഞ്ചാരി വൈകാതെ അന്താരാഷ്ട്ര നിലയത്തിലേക്ക് യാത്ര നടത്തുമെന്ന് കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ് ലോക്സഭയിൽ ഒരു ചോദ്യത്തിന് രേഖാമൂലം നൽകിയ മറുപടിയിലാണ് അദ്ദേഹം ഇക്കാര്യം അറിയിച്ചത്. ISROയും നാസയും സംയുക്തമായുള്ള ദൗത്യം പുരോഗമിക്കുകയാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. നാസയുടെ അംഗീകാരമുള്ള സ്വകാര്യ സ്ഥാപനമായ ആക്സിയം സ്പേസ് ഏജൻസിയും ഈ ദൗത്യത്തിന്റെ ഭാഗമാകുന്നു. ഇതിന്റെ ഭാഗമായി ISRO ആക്സിയം സ്പേസ് ഏജൻസിയുമായി കരാറിൽ ഒപ്പുവെക്കുകയും ചെയ്തിരുന്നു. ഫ്ലോറിഡയിലെ കെനഡി സ്പേസ് സെന്ററിൽ നിന്ന് ഈ വർഷം ഓഗസ്റ്റിന് ശേഷം വിക്ഷേപണം നടത്താനാണ് ലക്ഷ്യമിടുന്നത്. ഗഗൻയാൻ ദൗത്യത്തിനായി പരിശീലനം നേടിയ വ്യോമസേനയുടെ 4 പൈലറ്റുമാരിൽ ഒരാളായിരിക്കും ISSലേക്ക് യാത്ര തിരിക്കുന്നത്. നിലവിൽ ഇവർ 4 പേരും ബംഗളൂരുവിലെ ISROയുടെ ബഹിരാകാശ യാത്രയ്ക്കുള്ള പരിശീലന കേന്ദ്രത്തിലാണ് ഉള്ളത്. ടെക്സാസിൽ പരിശീലനം പൂർത്തിയാക്കിയ ശേഷം 2 ബഹിരാകാശ സഞ്ചാരികളിൽ ഒരാൾ ഇന്റർനാഷണൽ ബഹിരാകാശ സ്പേസ് നിലയത്തിലേക്ക് വരാനിരിക്കുന്ന ഇന്ത്യ-US ബഹിരാകാശ ദൗത്യത്തിന്റെ ഭാഗമായി ചേരും. 2023 ജൂണിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ US സന്ദർശന വേളയിൽ പ്രസിഡന്റ് ജോ ബൈഡൻ ഇൻഡോ-US ബഹിരാകാശ ദൗത്യം പ്രഖ്യാപിക്കുകയും ഇന്ത്യയിൽ ബഹിരാകാശ സഞ്ചാരികളെ നാസ പരിശീലിപ്പിക്കുമെന്നും പറഞ്ഞിരുന്നു. പരിശീലനത്തിന്റെ ഭാഗമായി റഷ്യയിൽ വെച്ച് ബഹിരാകാശ യാത്രയുടെ ബേസിക് മോഡ്യൂളിലും ഇവർ പരിശീലനം നേടിയിരുന്നു. യാത്രയ്ക്ക് മുന്നോടിയായിട്ടുള്ള 3 സെമിസ്റ്ററുകളിൽ 2 ഇവർ പൂർത്തിയാക്കുകയും ചെയ്തിട്ടുണ്ട്. അടിയന്തര ഘട്ടങ്ങളിൽ സ്വീകരിക്കേണ്ട തയ്യാറെടുപ്പുകളിൽ ഉൾപ്പെടെ ഇവർ പരിശീലനം നൽകുന്നുണ്ട്. ISSലേക്ക് ഒരാളെയും മറ്റു 3 പേരെ ഗഗൻയാൻ ദൗത്യത്തിന്റെ ഭാഗമായും ഉൾപ്പെടുത്തും. ന്യൂസ് ഡെസ്ക്, ജന്മഭൂമി.